ഇതില് മെൻഷൻ ചെയ്തതിൽ ഈ ഒരു 4 പാത്വേയില് ഈ OBA എന്ന് പറയുന്നതാണല്ലോ ഇപ്പം GCC അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും നേഷൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്വേ എന്ന് പറയുന്നത്. ഈ ഒരു OBA പാത്വേയില് ഇപ്പൊ ഈ ഒരു നേഴ്സസിന് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് ഇവർക്ക് ഏതൊക്കെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ അവരുടെ രാജ്യം, ഏത് രാജ്യമായാലും, ഇപ്പോൾ ആസ്ട്രേലിയ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആസ്ട്രേലിയക്ക് പുറത്തുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും അവർക്ക് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. പക്ഷെ പുറത്തുള്ള രാജ്യത്തു നിന്നുള്ള ക്വാളിഫിക്കേഷൻ ആസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ തുല്യമാകത്തില്ല. അപ്പൊ അതിനെ മാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനോട് ഇക്വലന്റ് ആവുന്നതിന് വേണ്ടി, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് എന്നുള്ള ആ പ്രോസസ്സ് നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് അവർക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ റീസൻസി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു തൊഴിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ തൊഴിലിനോട് സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം, വളരെ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായിരിക്കണം. എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 450 മണിക്കൂർ, അതായത് 3 മാസമെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെന്റ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്തിരിക്കണമെന്നുള്ള ഒരു വലിയ ലിബറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണത്. അതാണ് റീസൻസി ഓഫ് പ്രാക്ടീസ്. യഥാർത്ഥത്തിൽ 5 വർഷത്തിനിടയിൽ കേവലം 3 മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രേലിയൻ രജിസ്ട്രേഷന് എലിജിബിലിറ്റി വരികയാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്രഷേഴ്സിനാണെങ്കിലും ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ രജിസ്ട്രേഷന്റെ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് 3 മാസത്തെ ജോലി കിട്ടിയിരുന്നു, ഫുൾ ടൈം എംപ്ലോയ്മെന്റ് വേണം, അത് വേണം. അത് പക്ഷെ അതിന് തന്നെ ഇതിന്റെ ബാക്ക് പീരീഡ് 5 വർഷമുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു 3 മാസം നിങ്ങൾ ജോലി ചെയ്തിരുന്നാൽ. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതും ഈ ഫ്രഷേഴ്സിന് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഗ്രാജുവേഷന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രഷേഴ്സിനുള്ള ഓസ്ട്രേലിയൻ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആണെങ്കിൽ, ഓവർസീസിൽ നിന്നുള്ള സിറ്റിസൺസ് ആണെങ്കിൽ പോലും അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ദേ ആർ ഓൺ ഷോർ, അവർ ആസ്ട്രേലിയൻ. പക്ഷേ അതേസമയം ഇപ്പം ഇന്ത്യയോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്നുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പാസ്സായി ഇറങ്ങുന്ന ഒരാള്, വളരെ ഇപ്പോൾ ഇറങ്ങിയ ഒരാള്, പക്ഷെ അവർക്ക് ആ റീസൻസി ഓഫ് പ്രാക്ടീസ് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ഘടകം നമ്മൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് അത് വലിയ കാര്യം. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും ഏകദേശം ഒരു വർഷത്തോളം സമയം ഈ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ OBA പാത്വേക്ക് മിനിമം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവര് ഒപ്പം വർക്ക് ചെയ്യുകയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്നുണ്ട്. 3 മാസത്തെ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 38 മണിക്കൂർ ഇത് രജിസ്ട്രേഷന്റെ സ്റ്റാൻഡേർഡ് ഇതനുസരിച്ച്, നിലവാരം അനുസരിച്ച് 38 മണിക്കൂർ നിങ്ങൾ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യണം മിനിമം. അതാണ് ഫുൾ ടൈം എന്ന് പറയുന്ന ആസ്ട്രേലിയൻ. അതല്ല എന്നുണ്ടെന്ന് അതെ 38 മണിക്കൂറാണ്. 48 അത്രയും അത് വേണമെന്നില്ല. 38 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഓവർസീസിൽ നിന്ന് വരുന്ന, വിദേശത്തു നിന്ന് വരുന്ന നേഴ്സുമാർക്ക് നിശ്ചയമായിട്ടും വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. അതിൽ തന്നെ കുറെ ഫ്ലെക്സിബിലിറ്റി ഇപ്പം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ അനുകൂലകരമായിട്ടുള്ള, അതായത് വിദേശത്തു നിന്ന് വരുന്ന നേഴ്സുമാർക്ക് അനുകൂലമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഈ അടുത്ത കാലത്തുമൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇതിനോടൊപ്പം തന്നെ, റീസൻസി ഓഫ് പ്രാക്ടീസിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യത്ത് പോകുന്നതിനും നമ്മുടെ പോലീസ് ക്ലിയറൻസ്, പോലീസ് ചെക്ക് ഉണ്ടാവണം. അപ്പോൾ പോലീസ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്രിമിനൽ കുറ്റങ്ങളിലോ മറ്റു തരത്തിലുള്ള കേസുകളിലോ അങ്ങനെ അത്തരം സംഭവങ്ങളിലൊന്നും ഇടപെട്ടിട്ടുള്ളവരായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അത് പ്രൊഫഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് അങ്ങനെ നിർബന്ധം വിധിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് ഇത്രയും 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രജിസ്റ്റേർഡ് നേഴ്സിനോ ആസ്ട്രേലിയയിൽ വരുന്നതിനോ അല്ലെങ്കിൽ അവിടെ വന്ന് ഇത് ചെയ്യുന്നതിനോ വലിയ ബുദ്ധിമുട്ടുണ്ടാകും.